പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. രാജേട്ട, അച്ഛന് തീരെ വയ്യാന്ന് അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. നമുക്കങ്ങോട്ടൊന്ന് പോയാലോ? ഇടർന്ന സ്വരത്തിൽ സുധ രാജന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി അവൻ അവളെ ഒന്ന് നോക്കി. അതിന് കുറച്ചു മുമ്പാണല്ലോ ഞാൻ അങ്ങോട്ട് വിളിച്ചത്, അപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. അവന്റെ ചോദ്യം കേട്ട് സുധ ഒന്നുകൂടി പതുങ്ങി. അത് അത് ഏട്ടന്റെ അച്ഛനല്ല, എന്റെ അച്ഛന്റെ കാര്യമാണ് പറഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ടതും രാജൻ ലാപ്ടോപ്പ് സ്ക്രീൻ താഴ്ത്തിക്കൊണ്ട് അവളെ പുച്ഛത്തോടെ നിന്ന് നോക്കി. നിന്റെ അച്ഛനോ? നിന്റെ അച്ഛന് വയ്യെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? അവിടെ നിന്റെ ആങ്ങളെ ഒരുത്തനുണ്ടല്ലോ, അവൻ നോക്കിക്കോളും അക്കാര്യമൊക്കെ. അവന്റെ കടമയാ അവന്റെ അച്ഛനെ നോക്കേണ്ടത്, അല്ലാതെ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളല്ല തന്തയും തള്ളയും നോക്കാൻ പോകേണ്ടത്. രാജന്റെ ഓരോ വാക്കുകളും സുധയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. രാജേട്ട, അവന്റെ അവസ്ഥ അറിയാമല്ലോ. ഉള്ള ജോലി കൂടി പോയി നിൽക്കുക ആ പാവത്തിന്. പിന്നെ അവന്റെ ഭാര്യയുടെ പ്രസവവും അടുത്തു. അച്ഛന്റെ ചികിത്സയും അവളുടെ ട്രീറ്റ്മെന്റും എല്ലാം കൂടി അവനെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങില്ല. കുറച്ച് പണം അവന്. സുധയുടെ വാക്കുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രാജൻ ഇരുന്ന സ്ഥലത്ത് നിന്നും ചാടി എഴുന്നേറ്റു. സുധേ! അവന്റെ ശബ്ദത്തിൽ അവളൊന്ന് വിറച്ചു. നിന്റെ ആങ്ങളയ്ക്ക് നാണമില്ലേടി ഇങ്ങനെ ഇരുന്ന് ചോദിക്കാൻ? സ്വന്തം തന്തയുടെ ചികിത്സയ്ക്ക് വേണ്ടി കാശ് മുടക്കാനില്ലാത്ത ഇവൻ എവിടുത്തെ മകനാണ്? അല്ലെങ്കിലും നിന്റെ കുടുംബങ്ങൾ മുഴുവൻ ഇങ്ങനെയാണല്ലോ, ഇരുന്ന് ജീവിച്ചല്ലേ ഉള്ളൂ ശീലം. എന്റെ അച്ഛനും അമ്മയും പണ്ടേ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടെന്ന്. എല്ലാ ബാധ്യതയും ഒടുക്കം എന്റെ തലയിലാകുമെന്ന് അവർ പറഞ്ഞതാണ്. എന്നിട്ടും ഞാൻ കേട്ടില്ല. ദേഷ്യത്തോടെ ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ടവൻ അവളെ തിരിഞ്ഞു നോക്കി. നമ്മുടെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ലെന്ന് അവനോട് തീർത്തു പറഞ്ഞേക്ക്. എന്റെ അമ്മയ്ക്കും അച്ഛനും കൂടി ഒരു തീർത്ഥയാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നത് നീ ഓർക്കുന്നില്ലേ? അതിന് കൊടുക്കണം ഇനി 10-15,000 രൂപ. അവൻ പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തേക്ക് പ്രത്യാശയോടെ ഒന്ന് നോക്കി. അത് 3 മാസം കഴിഞ്ഞിട്ടല്ലേ അവർ പോകുന്നത്, അപ്പോഴേക്കും കൊടുത്താൽ പോരെ രാജേട്ടാ? അതിൽ നിന്നൊരു 5,000 രൂപ കൊടുത്താൽ മതി രാജേട്ടാ, അത് അവനൊരു ആശ്വാസമാകും. 5,000 രൂപയൊക്കെ വളരെ നിസ്സാരമായിട്ട് കൊടുക്കാനോ? 3 മാസം കഴിയുമ്പോൾ 5,000 രൂപ നീ ഉണ്ടാക്കി തരുമോ എനിക്ക്? ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന നിന്നെ കൊണ്ട് പറ്റുമോ 5,000 രൂപ എനിക്ക് തിരിച്ചു തരാൻ? രാജന്റെ വാക്കുകൾ കേട്ടതും അവനെ ഭയന്നു നിൽക്കുകയാണെങ്കിലും അവൾക്കല്പം ദേഷ്യം വന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്നല്ലേ, അത് കളയിച്ചത് നിങ്ങളല്ലേ, നിങ്ങൾ ഒറ്റയൊരുത്തൻ. ഇപ്പോഴും പോകാം, എന്നിട്ട് അതിന് സമ്മതിക്കാത്തത് നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഒരു ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ കാലു പിടിക്കില്ലായിരുന്നു ആരുടെയും. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് അത് പറയുമ്പോൾ രാജൻ അവളെ പുച്ഛത്തോടെ നോക്കി. അതേടി, ഞാൻ തന്നെയാണ് നിന്നെ ജോലിക്ക് വിടാഞ്ഞത്. ജോലി ഇല്ലെങ്കിൽ തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വീട്ടിലേക്ക് പണം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി ജോലി കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം ഞാൻ തന്നെ കാണണമല്ലോ. രാജൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് ആശ്രയിൽ ഒന്ന് മുക്കി. രാജേട്ടാ പ്ലീസ്, 5,000 ഇല്ലെങ്കിൽ വേണ്ട, ഒരു 2,000 രൂപയെങ്കിലും അവൻ അയച്ചു കൊടുക്കുക. അത്രയ്ക്ക് ഗതികേട് കൊണ്ടല്ലേ അവൻ എന്നോട് ചോദിച്ചത്? അവന്റെ മുമ്പിൽ കേണ് പറഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുമ്പോഴും അവന്റെ മനസ്സ് അല്പം പോലും അലിഞ്ഞില്ല. നിന്റെ വീട്ടിലേക്ക് മുടക്കാൻ എന്റെ കയ്യിൽ ഒരു നയ പൈസ ഇല്ല. ഒരു 10 രൂപ ഞാൻ കൊടുക്കുമെന്ന് നീ കരുതുകയും വേണ്ട. ഒന്ന് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. ശരി, കാശില്ലെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അച്ഛനെ നോക്കാൻ പറ്റില്ല, എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുവിടുകയെങ്കിലും ചെയ്തുകൂടെ? അവളുടെ ചോദ്യം കേട്ടതും രാജൻ വീണ്ടും അവളെ പുച്ഛത്തോടെ നോക്കി. അത് ശരി, നീ പോയാൽ ഇവിടുത്തെ കാര്യം എന്താകും സുധേ? ദിയമോളുടെ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയോ നീ? ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ അവളെ പഠിപ്പിക്കുന്നത്. വീട്ടിൽ പോകാൻ വേണ്ടി ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോളും. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ആ വലിയ ആഡംബര ഫ്ളാറ്റിന് വെളിയിലേക്ക് അവൻ പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്ന LKG കാരിയിലേക്ക് നീണ്ടു. സുധ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഇരുന്ന് ആ മുടിയിൽ പതുക്കെ തലോടി. ഒരിക്കൽ അവളും ഇതുപോലൊരു മകളായിരുന്നു. ലക്ഷങ്ങളൊന്നും മുടക്കിയല്ലെങ്കിലും മാന്യമായ രീതിയിൽ സർക്കാർ സ്കൂളിൽ തന്നെ അവളുടെ അച്ഛൻ അവളെയും പഠിപ്പിച്ചു. ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും അനിയനും ഒരു തണലാകാൻ അവൾ കൊതിച്ചു. എന്നാൽ കുടുംബക്കാർ ആരോ കൊണ്ടുവന്ന ആലോചനയാണ് രാജന്റേത്. സുധയും രാജനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരുന്നു. രാജനും അവന്റെ കുടുംബത്തിനും ആഗ്രഹിക്കുന്ന എന്തും കൺമുമ്പിൽ സാധിച്ച് ജീവിക്കുന്നവർ. അവരുടെ പണവും പത്രാസും കണ്ടപ്പോൾ
സുധയുടെ കുടുംബക്കാർ ഒന്നടങ്കം കണ്ണും പൂട്ടി ആ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടത് സുധയാണ്. അന്ന് തൊട്ട് ഇന്നേക്ക് 5 വർഷം തികയുന്നു. അച്ഛനെയും അമ്മയെയും ഒന്ന് കാണാൻ പോലും അനുവാദം കിട്ടണമെങ്കിൽ രാജന്റെ കാല് പിടിക്കണം. എന്തിനേറെ പറയുന്നു, സഹോദരനായ ഉണ്ണിയുടെ കല്യാണത്തിന് പോലും രാവിലെ പോയിട്ട് വൈകുന്നേരം അതേ കാറിൽ തിരിച്ചു പോരേണ്ടി വന്നു. കൂടുതൽ വാശി പിടിച്ചാൽ രാജനും കുടുംബക്കാരും കല്യാണത്തിന് പങ്കെടുക്കില്ല എന്ന് ഭീഷണിയിൽ സുധയ്ക്കും അതിന് വഴങ്ങേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ചെന്നാൽ അവരുടെ സ്ഥിതിയും മറിച്ചാണ്. പിന്നെ ഒരു ജോലിക്ക് പോയി കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ചാൽ അവളെ ആരെ ഏൽപ്പിക്കും? അതല്ലെങ്കിൽ രാജന്റെ വീട്ടുകാർക്ക് മുമ്പിൽ അവളെ ഇട്ടുകൊടുത്തിട്ട് ഇറങ്ങിപ്പോകണം. അതിന് മനസ്സ് വരുന്നില്ല. എല്ലാം സഹിച്ച് ജീവിക്കാൻ പെണ്ണിന്റെ നിസ്സഹാവസ്ഥയിലായിരുന്നു സുധ ഇപ്പോൾ. എല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജൻ വീണ്ടും തിരികെ കയറി വരുന്നത്. നീയെങ്കിൽ റെഡിയായിക്കോ, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. പെട്ടെന്ന് അവൻ പറയുമ്പോൾ മരുഭൂമിയിൽ ഒരു മഴ പെയ്ത സന്തോഷമായിരുന്നു സുധയുടെ മുഖത്ത്. പെട്ടെന്ന് തന്നെ ആ മുഖം മങ്ങി. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ഇങ്ങനെ പതിവുള്ളതല്ലല്ലോ. അവളുടെ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായ രാജൻ ഒന്ന് പരുങ്ങി. അത് നിന്റെ അച്ഛൻ മരിച്ചു. പെട്ടെന്നുള്ള അവന്റെ വാക്കുകൾ കേട്ടതും സുധയുടെ ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. അതിനുപോലുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു രാജൻ ആ നിമിഷം. നീ ഇങ്ങനെ വിളിച്ചു പോയി അടുത്തുള്ള ഫ്ലാറ്റുകാരെ കൂടി അറിയിക്കേണ്ട കാര്യം എന്താണ്? മരിച്ചതേ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, അല്ലാതെ ചെറുപ്പക്കാരൊന്നുമല്ല. കിടന്നു പോവാനും മാത്രം. ലോകത്ത് വേറെ അച്ഛനും മോളും ഇല്ലാത്തതുപോലെയാണല്ലോ. അവളെ വഴക്കു പറയുന്നതിനൊപ്പം തന്നെ അവൻ അവന്റെ മോളെ താലോലിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അതുമാത്രമാണ് നിഷേധിക്കാനാകാത്ത ബന്ധം എന്ന് സ്ഥാപിക്കാനാണല്ലോ അവർക്ക് തിടുക്കം. അവസാന നിമിഷം ആ അച്ഛനു വേണ്ടി ഒന്ന് ആർത്തലച്ച് കരയാൻ പോലും നിഷേധിക്കപ്പെട്ട അവളുടെ സ്വാതന്ത്ര്യത്തെ ഓർത്ത് അവൾ സ്വയം പഴിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവിടെ നിന്നും പോകാൻ രാജൻ തിടുക്കം കൂട്ടുമ്പോൾ ഉണ്ണിയും അവളെ എതിർത്തില്ല. ഒരുപക്ഷെ അവന്റെ നിസ്സഹായതയായിരിക്കും. അല്ലെങ്കിൽ ഒന്നും പറയാതെ എല്ലാം ഉള്ളിലൊളിപ്പിച്ച ഒരു പെണ്ണിനെ അവനും തിരിച്ചറിഞ്ഞു കാണില്ല. ഇറങ്ങാൻ നേരം എപ്പോഴോ സൂക്ഷിച്ചു വെച്ച ഒരു കുഞ്ഞു മോതിരം ഉണ്ണിയുടെ കയ്യിലേക്ക് കൊടുത്തവൾ. ഇത് മാത്രമാണ് ചേച്ചിക്ക് തരാനുള്ളത്. നീ ഇത് വിറ്റോ പണയം വെച്ചോ കിട്ടുന്ന കാശിന് ബാക്കി ചടങ്ങുകൾ കൂടി എല്ലാം നടത്തണം. അവൾ കരഞ്ഞുകൊണ്ട് അവർക്കൊപ്പം അവിടെ നിന്നിറങ്ങി. അന്നത്തെ 5 വർഷത്തെ യാത്ര ഇന്ന് 25 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ മരണക്കിടക്കയ്ക്ക് മിഴികൾ ഉയർത്തി രാജൻ സുധയെ ഒന്ന് നോക്കി. അന്നത്തെ അവന്റെ ആ കണ്ണുകളിലെ പഴയ ശൗര്യം ഇന്നില്ല. പകരം അതിലൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. ചുക്കിച്ചുളിഞ്ഞ കയ്യിൽ മുറുകെ പിടിക്കാൻ സുധ മാത്രം. ദിയമോള് വരില്ല അല്ലേ? അവളുടെ ഭർത്താവിന് ലീവില്ല. തൽക്കാലം ലീവ് എടുത്ത് അവളോടും പോകണ്ട എന്നാണ് അവൻ പറഞ്ഞത്. അവളുടെ വാക്കുകൾ രാജന്റെ കണ്ണുകളിൽ നിന്നും അല്പം നീർത്തുള്ളി താഴേക്കിറ്റ് വീഴിച്ചു. ഞാൻ മരിക്കുമ്പോഴെങ്കിലും അവൾ വരുമായിരിക്കും അല്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. മകളായി പോയില്ലേ? അങ്ങനെ ഒരു ബന്ധം മാത്രം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കരച്ചിലടക്കിക്കൊണ്ട് സുധ പറയുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു രാജൻ. ഇത് തന്നെയായിരിക്കും നിന്റെ അച്ഛനും അവസാനം നിന്റെ അമ്മയോട് ചോദിച്ചത് അല്ലേ? ഒരു മൂളൽ മാത്രമായിരുന്നു സുധയിൽ ബാക്കിയുണ്ടായിരുന്നത്. രാജന് തിരിച്ചറിവ് വരാൻ കാലങ്ങളെടുത്തു. അപ്പോഴേക്കും നഷ്ടമായത് സുധയുടെ സന്തോഷങ്ങൾ മാത്രമാണ്. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സന്തോഷം. ഇനി കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ വെള്ള പുതച്ചവൻ നീണ്ടു നിവർന്നു കിടക്കുമ്പോൾ മറ്റൊരു ചങ്ങലയിൽ കെട്ടി ആടുന്നവൾ അവനെ കാണാൻ വരും. അച്ഛനു വേണ്ടി കരയാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ചവൾ, മകൾ.